പച്ചക്കറി പറിക്കുക എന്നുള്ളതാണ്. ഇതേണ്ട നമുക്ക് ഇതേണ്ട ബീറ്റ്റൂട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതേണ്ട ബ്രോക്കളികൾ കുറേ ശരിയായിട്ടുണ്ട്. അപ്പോൾ എന്തേ നമ്മൾ ഒരെണ്ണം അങ്ങ് പറിക്കാൻ പോവാണ്. നമ്മളത് മുറിച്ചെടുക്കാൻ പോവാണ്. കാരണം നമ്മളിനിയിപ്പം നോക്കി നിൽക്കുന്നില്ല. നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വേറെ വല്ലവരും കൊണ്ടുപോകും. കണ്ട ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്രോക്കളി. ഇതുപോലെ കുറേ ബ്രോക്കളികളായി വരുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ റൂബാബാണ്. ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മളിപ്പം റൂബാബിനെ മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു തണ്ട് നമ്മൾ മുറിച്ചെടുക്കുവാണ്. നമ്മുടെ നാട്ടിലെ ചേമ്പലയൊക്കെ പോലെ എന്തോരം വലിയ ഇലയാന്ന് നോക്കേ. പിന്നെ ഈ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്ത് ഇല കെട്ടിക്കഴിഞ്ഞാലും എടുത്ത് കറി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചമ്മന്തി അരയ്ക്കാം ഈ തണ്ട് മാത്രം എടുത്തതിന് ശേഷം. തണ്ടെന്ന് പറഞ്ഞാൽ തൊലി കളഞ്ഞെടുക്കുകയോ തൊലി കളയാതെയൊക്കെ എടുക്കാം. പക്ഷേ ഇത് വെച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. നിറയെ ഓക്സാലിക് ആസിഡും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ടിലും സ്പിനാച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ ഓക്സാലിക് ആസിഡൊക്കെ. അതും നമ്മൾ ഒരു പരിധി കൂടുതൽ കഴിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അതും കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഉള്ളവർക്ക് പ്രശ്നമാണ്. പക്ഷേ ഇത് ഒട്ടും തന്നെ തോരൻ വെക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഇത് റാഡിഷാണ്. ഇനി നമുക്ക് വെഴുക്കുരട്ടാൻ കിട്ടുമോ നോക്കാം. ഗുഡ് വൺ, നൈസ്. നമുക്കപ്പോൾ കുറച്ച് റാഡിഷ് കൂടെ പറിക്കാം. ഹാർവസ്റ്റുകളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ നമ്മുടെ വീട്ടിലെ ഓൺ പച്ചക്കറികളിൽ നിന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.